നമസ്കാരം. ഗൾഫ് ഇൻസൈറ്റിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും ഒരു പട്ടാള അട്ടിമറി ശ്രമത്തിന് കൂടി വേദിയായിരിക്കുകയാണ് തുർക്കി. എന്നാൽ ആ അട്ടിമറി ശ്രമത്തെ അനായാസം പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു പ്രസിഡന്റ് രജബ് ത്വയ്യിബ് എർദോഗന്. രാജ്യം പിടിച്ചടക്കാൻ വിമത സൈന്യം ശ്രമം നടത്തിയപ്പോൾ തുർക്കി ജനത എർദോഗനൊപ്പം നിന്നു. വിഫലമായ ആ പട്ടാള വിപ്ലവ ശ്രമത്തിന്റെ അലയൊലികളിൽ നിന്നും ഇപ്പോഴും മുക്തമായിട്ടില്ല തുർക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് തുർക്കിയുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ വെല്ലുവിളിച്ച് രാജ്യം പിടിച്ചെടുക്കാൻ സൈന്യത്തിലെ ഒരു വിഭാഗം വിഫല ശ്രമം നടത്തിയത്. ദേശീയ ഇന്റലിജൻസ് ആസ്ഥാനം പിടിച്ചെടുത്ത വിമത വിഭാഗം രാജ്യത്ത് പട്ടാള നിയമം നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചു. പ്രധാന നഗരങ്ങളായ ഇസ്താംബൂളിലെയും അങ്കാരയിലെയും പ്രധാനപ്പെട്ട റോഡുകളും സൈന്യം കൈയടക്കി. പ്രസിദ്ധമായ ബോസ്ഫറസ് പാലവും സൈന്യം പിടിച്ചെടുത്തു. തുർക്കിയുടെ ആകാശത്ത് ഹെലികോപ്റ്ററുകൾ വട്ടമിട്ട് പറന്നു. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് നേരെയും എന്തിന് പാർലമെന്റ് മന്ദിരത്തിന് നേരെ പോലും ആക്രമണമുണ്ടായി. എന്നാൽ 5 മണിക്കൂറിലധികം നീണ്ട അനിശ്ചിതാവസ്ഥയ്ക്കൊടുവിൽ പ്രസിഡന്റ് എർദോഗന് വിമത സൈന്യത്തിന്റെ അട്ടിമറി നീക്കത്തെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. അങ്കാരയിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ മെഡിറ്ററേനിയൻ തീരത്തുള്ള മർമാറിസിൽ വാരാന്ത്യ വിശ്രമത്തിലായിരുന്നു അപ്പോൾ പ്രസിഡന്റ്. എന്നാൽ എർദോഗന്റെ ഇടപെടൽ ചടുലമായിരുന്നു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനെത്തിയ പട്ടാളത്തിനെതിരെ തെരുവിലിറങ്ങാൻ ഐഫോൺ ആപ്ലിക്കേഷനിലൂടെ എർദോഗൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. മിനിറ്റുകൾക്കകം തുർക്കിയുടെ തെരുവുകൾ ജനനിബിഡമായി. സർക്കാർ അനുകൂലികളായ സൈനികർക്കൊപ്പം വിമത സൈനികർക്ക് മുന്നിൽ ജനക്കൂട്ടം പ്രതിരോധം തീർത്തു. വിമത സൈനികരുടെ ടാങ്കുകളെ നിരായുധരായ ജനക്കൂട്ടം വിരിമാറുകൊണ്ട് തടുത്തു. ശനിയാഴ്ച പുലരു മുൻപ് തന്നെ വിമത സൈന്യത്തിന്റെ അട്ടിമറി മോഹത്തെ തടുക്കാൻ പൊതുജന പിന്തുണയോടുകൂടി സർക്കാർ സൈന്യത്തിനായി. 5 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ശക്തമായ സൈനിക സംവിധാനമാണ് തുർക്കിയുടേത്. നാറ്റോ സഖ്യസേനയിലെ നിർണായക ശക്തിയുമാണ് തുർക്കി. ഇത്തരത്തിൽ ശക്തമായ തുർക്കി സൈന്യത്തിലെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് എന്നത് തന്നെയാണ് പരാജയത്തിന്റെ മൂലകാരണം. 100-ലധികം ജനറൽമാർ ഉൾപ്പെടെ 10,000-ൽ താഴെ മാത്രം സൈനികരെയാണ് അട്ടിമറി കുറ്റത്തിന് തുർക്കി തടവിലാക്കിയിട്ടുള്ളത്. 5 ലക്ഷത്തോളം സൈനികരിൽ 10,000-ൽ താഴെ മാത്രം വരുന്ന ഒരു ന്യൂനപക്ഷം നടത്തിയ അട്ടിമറി ശ്രമമായിരുന്നു അത്. സൈന്യത്തിലെ ഭൂരിപക്ഷവും സർക്കാരിനൊപ്പം തന്നെ നിന്നു. പട്ടാള ഭരണത്തിന്റെ അസ്വാതന്ത്ര്യത്തെ ഭയന്ന ജനക്കൂട്ടവും സർക്കാരിന് പിന്തുണ നൽകി. വളരെ ശക്തമായ ജനപിന്തുണയുള്ള ഒരു നേതാവായിട്ടാണ് ഈ 13 വർഷം ഇവിടെ ഭരിച്ച എർദോഗാൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ ജനങ്ങൾ ഈ പട്ടാളത്തെ നേരിടാൻ ടാങ്കുകൾക്ക് മുമ്പിൽ മാറുകാട്ടി നിന്ന് പോലും വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ നേരിടാനായിട്ട് മുന്നിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഈ കലാപശ്രമത്തെ അടിച്ചമർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതുമാത്രമല്ല വളരെ അങ്ങേറ്റം എക്സ്ട്രീമായിട്ടുള്ള ഒരു ക്രാക്ക് ഡൗൺ തന്നെ തീർച്ചയായിട്ടും തുർക്കി ആർമി നടത്തിയിട്ടുണ്ട്. വിമത സൈന്യത്തിന്റെ അട്ടിമറി നീക്കം പ്രസിഡന്റ് ത്വയ്യിബ് എർദോഗനെ കൂടുതൽ കരുത്തനാക്കിയിരിക്കുന്നു എന്നതാണ് വസ്തുത. എർദോഗന്റെ ജനസ്വാധീനം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. 12 വർഷത്തോളം പ്രധാനമന്ത്രിയായിരുന്ന ശേഷമാണ് എർദോഗൻ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയത്.
ജനങ്ങൾക്കിടയിൽ എർദോഗന്റെ AK പാർട്ടിക്കുള്ള സ്വാധീനവും ഇപ്പോൾ പട്ടാള അട്ടിമറിയെ അതിജീവിക്കാനായതും എർദോഗനെ കൂടുതൽ ഏകാധിപതിയാക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അമേരിക്കൻ മോഡൽ പ്രസിഡൻഷ്യൽ രീതി കൂടുതൽ ശക്തമായി നടപ്പാക്കാനും എർദോഗൻ ശ്രമിച്ചേക്കും. അദ്ദേഹം 13 വർഷമായി ഇരിക്കുന്നു എർദോഗാൻ അധികാരത്തിൽ. എർദോഗാൻ 2 ടേം പ്രധാനമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. തുർക്കി പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനയനുസരിച്ച് ഒരു ആലങ്കാരിക പദവി മാത്രമാണ്. പ്രധാനമന്ത്രിക്കുള്ള അധികാരങ്ങൾ പ്രസിഡന്റിന് ഉണ്ടായിരുന്നില്ല. അത് കൈയാളിക്കൊണ്ട് ഒരു പ്രസിഡൻഷ്യൽ ഭരണ രീതിയിലേക്ക് പോകാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തീർച്ചയായും അദ്ദേഹം എതിർപ്പ് ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. പിന്നെ അറബ് ലോകത്ത് ഇസ്ലാമിക ലോകത്ത് വളരെ കരുത്തനായ ഒരു അധികായനായി മാറിക്കൊണ്ട് ചരിത്രത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കമാൽ അത്താതുർക്ക് അല്ലെങ്കിൽ ജമാൽ അബ്ദുൽ നാസർ അങ്ങനെയുള്ള വലിയ നേതാക്കന്മാരെ പോലെ ഇസ്ലാമിക ലോകത്ത് ഒരു അധികായനായി തീരാനുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അതിനുള്ളൊരു പരിശ്രമമുണ്ട്. തുർക്കിയുടെ മതനിരപേക്ഷ ജനാധിപത്യ വ്യവസ്ഥിതിക്കും എർദോഗൻ കൂടുതൽ കരുത്തനാകുന്നത് അത്ര നല്ലതായേക്കില്ല. പട്ടാള അട്ടിമറി ശ്രമത്തിന് ശേഷമുള്ള അനുകൂല സാഹചര്യം രാഷ്ട്രീയമായി മുതലെടുക്കാൻ എർദോഗൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ്. സൈനികരെ തടവിലാക്കിയതുകൂടാതെ സൈന്യത്തിലെ ഉന്നത സ്ഥാനങ്ങളിലെല്ലാം വിശ്വസ്തരെ നിയമിക്കുകയാണ് എർദോഗൻ. ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയും ജഡ്ജിമാരെയും സർക്കാർ പുറത്താക്കി കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലും സമഗ്ര അഴിച്ചുപണി തന്നെയാണ് നടക്കുന്നത്. രാജ്യത്ത് 3 മാസത്തെ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂട്ട അറസ്റ്റിലൂടെയും പുറത്താക്കലിലൂടെയുമെല്ലാം എർദോഗൻ രാഷ്ട്രീയ പകപോക്കലിനും ശ്രമിക്കുന്നുവെന്നും ആരോപണം ഉയരുന്നുണ്ട്. അറുപതുകൾക്ക് ശേഷം 5ലേറെ പട്ടാള വിപ്ലവങ്ങൾക്കാണ് തുർക്കി സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തവണത്തെ അട്ടിമറി ശ്രമത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ തുർക്കിയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് കൂടി വ്യാപിക്കുന്നതാണ്. അമേരിക്ക തുർക്കി ബന്ധത്തിൽ ഇതിനകം തന്നെ അസ്വാരസ്യങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. മധ്യപൂർവ്വദേശത്ത് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായി നടക്കുന്ന യുദ്ധങ്ങളെയും ഇത് ബാധിച്ചേക്കാം. പട്ടാള അട്ടിമറി ശ്രമത്തിന് പിന്നിൽ കഴിഞ്ഞ 17 വർഷമായി അമേരിക്കയിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ഫത്തുല്ല ഗുലൻ എന്ന ഇസ്ലാമിക പണ്ഡിതനാണെന്നാണ് തുർക്കിയുടെ ആരോപണം. എർദോഗന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഒരു കാലത്ത് ഗുലൻ. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇരുവരും കടുത്ത ശത്രുതയിലുമാണ്. ഗുലന്റെ സ്വാധീനത്തിന്റെ ഫലമായാണ് സൈന്യത്തിലെ ഒരു വിഭാഗം അട്ടിമറിക്ക് മുതിർന്നതെന്നാണ് തുർക്കി ഭരണകൂടം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗുലനെ വിട്ടുതരണമെന്നും തുർക്കി ആവശ്യപ്പെടുന്നു. പക്ഷേ അതിന് അമേരിക്ക തയ്യാറുമല്ല. മാത്രമല്ല ഗുലനെ അമേരിക്ക സംരക്ഷിക്കുകയാണെന്നും തുർക്കി ആരോപിക്കുന്നു. സമീപകാലം വരെ മേഖലയിൽ അമേരിക്കയുടെ ഉറ്റ തോഴനായിരുന്നു തുർക്കി. എന്നാൽ അട്ടിമറി ശ്രമത്തെ തുടർന്നുടലെടുത്ത ഈ അസ്വാരസ്യം മധ്യപൂർവ്വദേശ രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവിന് തന്നെ കാരണമായേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. യൂറോപ്പിലെ രോഗി എന്നാണ് ഒരു കാലത്ത് തുർക്കി അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ആ നാണക്കേടിൽ നിന്നും മാറി മേഖലയിൽ പലവിധ വിഷയങ്ങളിൽ നിർണായക ഇടപെടൽ ശക്തിയായി തുർക്കി മാറിയിരുന്നു. മധ്യപൂർവ്വദേശത്ത് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായി നടക്കുന്ന പോരാട്ടങ്ങളിലും തുർക്കിയുടെ നിർണായക പങ്കാളിത്തമുണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് വേണ്ട സൗകര്യം ഒരുക്കി നൽകലായിരുന്നു തുർക്കിയുടെ ദൗത്യം. ഇറാഖിലും സിറിയയിലും യുദ്ധം നടത്തുന്ന അമേരിക്കൻ വിമാനങ്ങൾക്ക് ദക്ഷിണ തുർക്കിയിലെ ഇൻസ്രിലിക് എയർബേസ് ആയിരുന്നു താവളം. US വിമാനങ്ങൾ ഇന്ധനം നിറച്ചിരുന്നതും തുർക്കിയുടെ ഇൻസ്രിലിക് എയർബേസിൽ നിന്ന് തന്നെ. എന്നാൽ ഇപ്പോൾ അത് അവസാനിച്ചിരിക്കുന്നു. പട്ടാള വിപ്ലവ ശ്രമത്തിന് പിന്നാലെ ഇൻസ്രിലിക് എയർബേസിൽ പരിശോധന നടത്തിയ സൈന്യം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ഇൻസ്രിലിക് എയർബേസ് അമേരിക്കൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് അവസാനിച്ചിരിക്കുകയാണ്. ഇത് ഇറാഖിലും സിറിയയിലും ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ അമേരിക്ക നടത്തുന്ന പോരാട്ടങ്ങളെ ക്ഷീണിപ്പിക്കുമെന്നാണ് സൂചന. തുർക്കിയിലെ ഇൻസ്രിലിക് എയർബേസ് അമേരിക്കൻ ഓപ്പറേഷൻസിന് തുറന്നു കൊടുത്തിട്ടുള്ളതാണ്. അവിടെ അമേരിക്കയുടെ ആണവ ശേഷിയുള്ള വിമാനങ്ങൾ വരെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മധ്യപൂർവ്വദേശത്ത് അമേരിക്ക നടത്തുന്ന വ്യോമാക്രമണങ്ങളിൽ
ഉപയോഗിക്കുന്ന വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പങ്കാളിത്തം തുർക്കിക്ക് ഇതിലുള്ളപ്പോൾ തുർക്കിയും പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങൾ വഷളാകുകയാണെങ്കിൽ തീർച്ചയായും അത് ഈ യുദ്ധത്തിൽ അത് പ്രതികൂലമായി ബാധിക്കും. വിഫലമായ പട്ടാള വിപ്ലവ ശ്രമത്തിന് പിന്നാലെ യൂറോപ്യൻ യൂണിയനുമായി തുർക്കിക്കുള്ള ബന്ധത്തിലും ഉലച്ചിൽ സംഭവിക്കുന്നുവെന്നാണ് സൂചന. നിയമവാഴ്ചയെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ അട്ടിമറിക്ക് കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കാവൂവെന്ന് ആദ്യം തന്നെ യൂറോപ്യൻ യൂണിയൻ തുർക്കിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അട്ടിമറി ശ്രമത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം എർദോഗൻ എങ്ങനെയെല്ലാമാണ് പ്രയോജനപ്പെടുത്താൻ പോകുന്നതെന്നും യൂറോപ്പ് ആശങ്കയോടുകൂടി തന്നെയാണ് വീക്ഷിക്കുന്നത്. വധശിക്ഷ പുനഃസ്ഥാപിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കുമെന്ന എർദോഗന്റെ പ്രസ്താവന തന്നെയാണ് അതിന് അടിസ്ഥാനം. യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിനു വേണ്ടി 2004 തുർക്കി വധശിക്ഷ നിർത്തലാക്കിയത്. വധശിക്ഷ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചാൽ തുർക്കിയുടെ യൂറോപ്യൻ യൂണിയൻ പ്രവേശം അടഞ്ഞ അധ്യായമായി തീരുകയും ചെയ്യും. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഈ കലാപശ്രമത്തിൻ്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ടുള്ള ആളുകളെ, സൈനികരെ മറ്റും വധശിക്ഷയ്ക്ക് വിധേയരാക്കാൻ വധശിക്ഷ തിരിച്ചു കൊണ്ടുവരും എന്ന് എർഡോഗാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് എങ്ങനെയാണ്, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അതിൻ്റെ പേരിൽ നടക്കാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഇപ്പോൾ പാർലമെൻറ്റിൽ തീർച്ചയായിട്ടും അത് നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടി വരും. കാരണം ഇതിൽ അടിസ്ഥാനപരമായിട്ട് യൂറോപ്യൻ യൂണിയനിലെ പ്രവേശത്തിന് വേണ്ടി യൂറോപ്യൻ യൂണിയൻ വെച്ച നിബന്ധന അനുസരിച്ചാണ് ഈ വധശിക്ഷ എടുത്തു കളഞ്ഞത്. അപ്പോൾ അത് പുനഃസ്ഥാപിക്കണമെങ്കിൽ തീർച്ചയായും പാർലമെൻറ്റിൻ്റെ അംഗീകാരം വേണം. അത് സംഭവിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള പ്രവേശനം നടക്കാതെ വരും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പാശ്ചാത്യ ലോകവുമായുള്ള ബന്ധം ഒരു തകർച്ചയിലേക്കാണ് പോകുന്നത്. അതേസമയം പട്ടാള അട്ടിമറി ശ്രമവും പിന്നീടുള്ള സംഭവ വികാസങ്ങളും പരിശോധിക്കുമ്പോൾ ഇതിൻ്റെയെല്ലാം ഗുണഫലം വന്നു ചേരുന്നത് രജബ് ത്വയ്യിബ് എർദോഗൻ എന്ന കുശാഗ്രബുദ്ധിക്കാരനായ തുർക്കി പ്രസിഡന്റിലേക്ക് തന്നെ. അതുകൊണ്ടായിരിക്കാം അട്ടിമറി ശ്രമം എർദോഗൻ തന്നെ ആസൂത്രണം ചെയ്ത ഒരു നാടകമായിരുന്നുവെന്നും ചില കോണുകളിൽ നിന്ന് ആക്ഷേപം ഉയരുന്നത്. അവധിക്കാലം ആഘോഷിക്കുന്ന UAE കുട്ടികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ദുബായ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മോദേഷ് വേൾഡ്. കുട്ടികൾക്ക് ദിവസം മുഴുവൻ കളിച്ചു നടക്കാനുള്ള അവസരമാണ് മോദേഷ് വേൾഡിൽ ഒരുക്കിയിരിക്കുന്നത്. പെരുമ്പാമ്പിൻ കുഞ്ഞും ആടും മുയലുമെല്ലാമുള്ള മോദേഷ് വേൾഡിലെ പെറ്റ് സെന്റർ ഒരു വേറിട്ട അനുഭവം തന്നെയാണ് കുട്ടികൾക്ക് സമ്മാനിക്കുന്നത്. അവധി ആഘോഷം കൂടുതൽ മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്ന കുരുന്നുകൾക്ക് ഒരു പറുദീസ തന്നെയാണ് ദുബായ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന മോദേഷ് വേൾഡ്. കളിക്കളങ്ങളും റൈഡുകളുമെല്ലാം നിരവധി. എല്ലാം കുഞ്ഞു കുട്ടികൾക്ക് പോലും അനുയോജ്യമാം വിധം സുരക്ഷിതത്വം നിറഞ്ഞവ. ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിനോദ സാഹസിക മേളയാണ് ഇത്തവണ കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറുന്നത്. കളിക്കളങ്ങളുടെയും റൈഡുകളുടെയും എല്ലാം എണ്ണം ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഫൈബറിലും സിന്തറ്റിക്കിലുമെല്ലാം തീർത്ത നിരവധി കളിയിടങ്ങളാണ് മോദേഷ് വേൾഡിലെ ഇത്തവണത്തെ സവിശേഷത. ഉയരത്തിൽ നിന്നും താഴേക്ക് സുരക്ഷിതമായി ഊർന്നിറങ്ങാൻ കഴിയുന്ന പ്രത്യേക സംവിധാനം കുട്ടികളുടെ പ്രിയപ്പെട്ട കളിയിടമാണ്. ധൈര്യവാന്മാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഗോസ്റ്റ് വേൾഡും വേറിട്ട അനുഭവം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സമ്മാനിക്കുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന നിരവധി മത്സരങ്ങളും മോദേഷ് വേൾഡിന്റെ ഭാഗമാണ്.
പക്ഷികളും മൃഗങ്ങളുമെല്ലാം അടങ്ങുന്ന പെറ്റ്സ് വേൾഡാണ് മോദേശിലെ ഏറ്റവും വലിയ ആകർഷണ കേന്ദ്രം. അതിൽ തന്നെ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞാണ് കുട്ടികളിൽ കൗതുകം നിറയ്ക്കുന്നത്. 1.5 വയസ്സു മാത്രം പ്രായമുള്ള പെരുമ്പാമ്പിൻ കുഞ്ഞാണ് പെറ്റ്സ് വേൾഡിലേത്. കുട്ടികൾക്ക് ഈ പാമ്പിനെ കയ്യിലെടുക്കാം. വേണമെങ്കിൽ കഴുത്തിൽ തൂക്കി ഫോട്ടോയും എടുക്കാം. കഥകളിൽ കേട്ടിട്ടുള്ള പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നിരുപദ്രവകാരിയായ ഈ പെരുമ്പാമ്പ് കുഞ്ഞ് പെട്ടെന്ന് തന്നെ മോദേശ് വേൾഡിലെത്തുന്ന കുരുന്നുകളുടെ ഇഷ്ടതോഴനായി മാറുന്നു. മാതാപിതാക്കൾക്കും വേറിട്ട അനുഭവമാണ് ഈ പെരുമ്പാമ്പൻ കുഞ്ഞ് സമ്മാനിക്കുന്നത്. We both love the snakes. We think that they are very friendly creatures. If you don't harm them, usually they don't bite. And this petting zoo is our favorite place in Motesh World. പാകിസ്ഥാനിൽ നിന്നുള്ള ആടും ചെമ്മരിയാടും മുയലുകളുമെല്ലാമുണ്ട് പെറ്റ്സ് വേൾഡിൽ. ആടിനും മുയലിനും താറാവിനുമെല്ലാം തീറ്റ കൊടുക്കുന്നതിനുള്ള സൗകര്യവും കുട്ടികൾക്ക് അധികൃതർ ഒരുക്കി നൽകുന്നുണ്ട്. ഓരോന്നിനും നൽകേണ്ട തീറ്റയും അധികൃതർ തന്നെ നൽകും. പാകിസ്ഥാനിൽ നിന്നുള്ള ഈ ആട് കുട്ടികളെ നക്കിയും ഉമ്മ വെച്ചുമെല്ലാം സന്തോഷിപ്പിക്കും. പെറ്റ്സ് വേൾഡിൽ എത്തുന്ന കുട്ടികളുടെ ഇഷ്ടം പിടിച്ചു വാങ്ങുന്നുണ്ട് ഈ ആട്. UAE ഫ്ളാറ്റുകളിലും മറ്റും ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് മറക്കാനാകാത്ത അനുഭവം തന്നെയാണ് പെറ്റ്സ് വേൾഡിലെ ഈ മൃഗങ്ങളും പക്ഷികളും സമ്മാനിക്കുന്നത്. വേനലവധിക്ക് ശേഷം UAE കുട്ടികളുടെ സ്കൂളുകൾ തുറക്കുന്നതുവരെ മോദേശ് വേൾഡ് തുറന്നു പ്രവർത്തിക്കും. ഓഗസ്റ്റ് 27-നാണ് കുട്ടികളുടെ ഈ വലിയ ഉല്ലാസ ലോകത്തിന് തിരശീല വീഴുക. അതുവരെ ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 12 മണി വരെയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10 മുതൽ രാത്രി 1 മണി വരെയും മോദേശ് വേൾഡ് പ്രവർത്തിക്കും. ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂവിൽ പുതിയ ചില അന്തേവാസികൾ കൂടി എത്തിയിരിക്കുകയാണ്. പല വിധത്തിലുള്ള സ്രാവുകളാണ് ആ പുതിയ അതിഥികൾ. സ്രാവുകൾക്ക് മാത്രമായി ഒരു കേന്ദ്രം തന്നെ ആരംഭിച്ചിരിക്കുന്നു ദുബായ് അക്വേറിയത്തിൽ. ആ കാഴ്ചകളിലേക്കാണ് ഇനി. UAE എത്തുന്നവരെ എന്നും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ. വിവിധ രീതി, ആവാസ വ്യവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും വിധത്തിലുള്ള സംവിധാനം. സ്രാവുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനാണ് ഈ പ്രത്യേക കേന്ദ്രം. ഇതുകൂടാതെ സ്രാവുകളുടെ ആവാസ വ്യവസ്ഥയും മറ്റും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച ബോധവൽക്കരണവും ലക്ഷ്യങ്ങളിലൊന്നാണ്. When I first encountered a shark underwater, I just realized. So the idea is that if we can share information and demystify these fantastic creatures, because these are very mysterious creatures, nobody really knows much about them. So the idea is to educate, to inform, to inspire, to show people what they're really like, to show them in their natural habitat, to explain about their habits and why they're important in the ecosystem and why we need to, try to change our attitudes about them, because too many of them are dying. And we feel that if people have more understanding of the sharks, then they will begin to hopefully change attitudes. ഡിസ്കവറി ചാനലുമായി ചേർന്നാണ് ദുബായ് അക്വേറിയം ഷാർക്ക് വീക്ക് ഒരുക്കിയിരിക്കുന്നത്.
ഇനിയുള്ള ദിവസങ്ങളിൽ ദുബായ് മാളിലെ മറ്റൊരു ആകർഷണ കേന്ദ്രമായിരിക്കും സ്രാവുകളുടെ ഈ കേന്ദ്രമെന്ന ഉറപ്പ്. ഗൾഫ് ഇൻസൈറ്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു അധ്യായവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.